നമ്മുടെ ഗാർഡനിൽ ഡെയിലിയൊക്കെ തീരാറായി. ഇതൊക്കെ ഇനി ഉണങ്ങി തുടങ്ങി. പിന്നെ ബെഗോണിയാണിത്, നല്ല വൈറ്റ് ബെഗോണിയ ഉണ്ടോ. ഡാലിയൊക്കെ നല്ല 3-4 കളേഴ്സ് ഉണ്ടായിരുന്നു, അതെല്ലാം തീരാറായി. അപ്പോൾ അങ്ങനെ ഞാൻ ഇതൊക്കെ ഒന്ന് കാണാറിങ്ങിയപ്പോഴാണ് നമ്മുടെ ഗാർഡനിലെ വിളിക്കാണ്ട് വന്ന അതിഥികൾ, അതായത് നമ്മുടെ റോസയ്ക്കകത്ത് ഇങ്ങനെ കുറച്ച് പൊട്ടറ്റോ തന്നെത്താനെ മുളച്ച് വന്ന റോസയുടെ അകത്ത്. അപ്പോൾ ഞാൻ ഇതിനെയൊക്കെ ഒന്ന് ചുമ്മാ പറിച്ച് കളഞ്ഞേക്കാമെന്ന് നോക്കിയപ്പോൾ പൊട്ടറ്റോ ഉണ്ടായി കിടക്കണം. അടുത്ത് ഒരു ചുവട് പൊട്ടറ്റോ ഉണ്ടായിരിക്കണം. ഇനി ഇതെല്ലാം ഒന്ന് മാന്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വല്ലതും ഉണ്ടോയെന്ന് നോക്കട്ടെ. ഇത് ആ റോസയുടെ മാത്രം വളം കിട്ടി അങ്ങ് വളർന്നു വന്നേക്കണം കേട്ടോ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അവിടെ കുറച്ച് പൊട്ടറ്റോ അതും തന്നെത്താനം ഉണ്ടായിരിക്കണേ. അപ്പോൾ അതിനെയും കൂടെയൊക്കെ ഒന്ന് പറിച്ചെടുത്ത് നോക്കാം, വല്ലതും എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഇതിൻ്റെയൊക്കെ അകത്ത് പോട്ടെ ഇങ്ങോട്ട് എല്ലാവരും ഇല്ലെന്ന് തോന്നുന്നു. എന്നാലും ജസ്റ്റ് ഒന്ന് പറിച്ച് നോക്കാം, മാന്തി പറിച്ച് നോക്കാം അല്ലേ. സത്യം പറഞ്ഞാൽ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കാതെ ഞാൻ ഈ പൊട്ടറ്റോ ഒക്കെ ഒന്ന് വലിച്ചു നോക്കിയതാണ്. ഇതിങ്ങനെ ഉണ്ടായി തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ഞാൻ റോസയ്ക്കൊക്കെ കേടാവൂലോ എന്ന് ഓർത്ത് ഞാൻ പറിച്ച് കളയെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ച് വേണ്ട അവിടെ നിൽക്കട്ടെ. അതിന് യാതൊരു വക പരിചരണവും കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ മറ്റുള്ള ചെടികൾക്ക് ഒഴിക്കുന്ന വളങ്ങളൊക്കെ അതിന് കിട്ടിക്കാണും, വെള്ളവും കിട്ടിക്കാണും. എന്തായാലും തമാശനായിട്ട് പറിച്ചു തുടങ്ങിയതാണ്. ഇത്രയും പൊട്ടറ്റോ എനിക്ക് കിട്ടി, വെള്ളയുണ്ട്, മഞ്ഞുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ രസമുള്ള സംഭവം ഉണ്ടെങ്കിൽ ഇതൊരു പൊട്ടറ്റോയുടെ തൈയാണ്. ഞാൻ ഇതങ്ങനെ പറിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് തക്കാളി ഉണ്ടായിരിക്കുന്ന പോലെ ഒരു 3-4 കായ ഉണ്ടായിരിക്കുന്നത്. അതെന്നാന്ന് എനിക്ക് സംഭവം മനസ്സിലാകുന്നില്ല. ഞാൻ പിന്നെയും നോക്കിയത് പൊട്ടറ്റോയുടെ തൈ തന്നെയാണല്ലോ ഞാൻ പറിച്ചത്, പൊട്ടറ്റോയുടെ തൈ തന്നെയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. നിങ്ങൾക്ക് ആർക്കും അറിയാമോ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ എനിക്കറിയില്ല. എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം ഞാൻ കാണുന്നത്. ഇത് കറി വയ്ക്കാൻ കൊള്ളാവുമെന്ന് എനിക്കറിയില്ല. ഇനിമേ ഞാൻ കറി വയ്ക്കുന്നില്ല. സംഭവം പൊട്ടറ്റോ തന്നെയാണെന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം പൊട്ടറ്റോയുടെ കണ്ട കുഞ്ഞ് അതിൻ്റെ അടിയിൽ നിന്ന് എനിക്ക് കുറച്ച് പൊട്ടറ്റോ കിട്ടുകയും ചെയ്തു. അപ്പോൾ എന്തായാലും ഇതൊരു കൗതുകമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനിവിടെ ഇതിനിവിടെ വെച്ചേക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പൊട്ടറ്റോയുടെ വിശേഷങ്ങൾ. അതായത് നടാണ്ട് പരിചരിക്കാണ്ട് തന്നെത്താനം ഉണ്ടായ പൊട്ടറ്റോ. അപ്പോൾ എന്തായാലും എനിക്ക് ഇത് കണ്ടോ, ഇതൊരു ബാസ്ക്കറ്റ് നിറച്ച് ഒരു കൊട്ട നിറച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം നമ്മൾ ഒട്ടും കെയർ കൊടുക്കാണ്ട് ഉണ്ടായതുകൊണ്ട് തന്നെ വളരെ ഹാപ്പിയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ഗാർഡൻ്റെ വിശേഷങ്ങൾ. നമുക്കിപ്പോൾ ബാക്കി വിളവെടുപ്പൊക്കെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ വീഡിയോ കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് വിചാരിച്ചാണ്. അതായത് സ്ഥലമില്ലാത്തവർക്ക് വേണ്ടിയിട്ട്, സ്ഥലമുള്ളവർക്കും ഗ്രീൻ ഹൗസുകാർക്കൊക്കെ തീർച്ചയായിട്ടും അവർക്കൊക്കെ പലതരം കൃഷികളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതുപോലെ ഞങ്ങളെപ്പോലെ ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രചോദനമാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ഇട്ടുന്ന കേട്ടോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒരു ചെറിയ കമൻറ്റും കൂടി ഇട്ടേക്കുക. അപ്പോൾ ഓക്കെ ദെൻ ബൈ.